അതിരപ്പിള്ളിയിൽ കാർ താഴ്ചയിലേക്ക് പതിച്ചു. കാറിലുണ്ടായിരുന്ന 9 പേർക്കും പരിക്കേറ്റു. ഒരു സ്ത്രീക്ക് ഗുരുതര പരിക്ക്. ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മകൻ ആത്മഹത്യ ചെയ്തതാണെന്ന് സൂചന. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് BJPയിൽ ചേർന്നു. തൃശൂർ BJP ഓഫീസിലെത്തിയാണ് സുജീഷ കള്ളിയത്ത് അംഗത്വം സ്വീകരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അതിരപ്പിള്ളിയിൽ കാർ താഴ്ചയിലേക്ക് പതിച്ചു. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കാർ പാർക്കിൽ നിന്നാണ് കാർ 50 അടിയോളം താഴ്ചയിലേക്ക് വീണത്. കാറിലുണ്ടായിരുന്ന 9 പേർക്കും പരിക്കേറ്റു. ഒരു സ്ത്രീക്ക് ഗുരുതര പരിക്കുണ്ട്. അതിരപ്പിള്ളിയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാർ 40 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു. 10 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. മറ്റുള്ളവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. എറണാകുളം കലൂരിലുള്ള ഹോട്ടലിലെ ജീവനക്കാർ ഉൾപ്പെട്ട സംഘം അതിരപ്പിള്ളിയിൽ വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു. പൊന്നാനി സ്വദേശി നേഹയ്ക്കാണ് ഗുരുതര പരിക്ക്. ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഹാജിഷ, ശ്രീരാഗ്, ആയിഷ, ഷിമ, സഫാൻ, ആൻസിയ, ക്ലാര, മിലി, മുഹമ്മദ് സുൽത്താൻ എന്നിവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-നായിരുന്നു അപകടം. വിനോദയാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുന്നതിന് ഇവർ സഞ്ചരിച്ചിരുന്ന ഫോർച്യൂണർ കാർ പിന്നിലേക്കെടുത്തപ്പോഴായിരുന്നു അപകടം. റിവേഴ്സ് ഗിയറിൽ അമിത വേഗത്തിലായ കാർ താഴേക്ക് പതിച്ചു. പുഴ തീരത്ത് വരെ നിയന്ത്രണം തെറ്റിയ കാർ എത്തി. ടൂറിസം പോലീസും അതിരപ്പള്ളിയിലെ വനസംരക്ഷണ സമിതി പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിനെത്തി. അതിരപ്പള്ളി പോലീസും ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തി. 108 ആംബുലൻസിൽ പരിക്കേറ്റവരെ ചാലക്കുടിയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പരിക്കേറ്റവരിൽ 8 പേരാണ് ഹോട്ടൽ ജീവനക്കാർ. ഇവരുടെ സുഹൃത്തുക്കളായ ബാംഗ്ലൂർ സ്വദേശികളാണ് പരിക്കേറ്റ മറ്റു 2 പേർ. ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. അമ്മയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മകൻ ആത്മഹത്യ ചെയ്തതാണെന്ന് സൂചന. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നുള്ള മനോവിഷമത്താൽ വിജേഷ് അമ്മയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതായാണ് പ്രാഥമിക നിഗമനം. ശ്രീനാരായണപുരം ചെന്തെങ്ങ് ബസാർ വില്ലനശ്ശേരി പരേതനായ മോഹനന്റെ ഭാര്യ 61 വയസ്സുള്ള വനജ, മകൻ 38 വയസ്സുള്ള വിജേഷ് എന്നിവരെ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വനജയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഇവരെന്നും ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനാകാതെ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും അറിവായിട്ടുണ്ട്. വിജേഷിന്റെ അച്ഛൻ മോഹനൻ വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തതാണ്. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നുള്ള മനോവിഷമത്താൽ വിജേഷ് അമ്മയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതായാണ് പ്രാഥമിക നിഗമനം. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. CPM 24 വാർഡിലും CPI 22 വാർഡിലുമാണ് മത്സരിക്കുന്നത്. അഞ്ചപ്പാലം SC ജനറൽ സീറ്റിൽ മത്സരിക്കുന്ന KR ദേവിക ഏറ്റവും പ്രായം കുറഞ്ഞ CPM സ്ഥാനാർത്ഥിയാണ്. നിലവിലുണ്ടായിരുന്ന കൗൺസിലിൽ അംഗമായ ലതാ ഉണ്ണികൃഷ്ണനെ മാത്രമേ CPM മത്സരിക്കാൻ അവസരം നൽകിയുള്ളൂ. മുൻ കൗൺസിലർമാരായ PN രാമദാസ്, MK സഹീർ, അഡ്വക്കേറ്റ് CP രമേശൻ, MS വിനയകുമാർ, റസോജ ഹരിദാസ്, PG നൈജി എന്നിവർ സ്ഥാനാർത്ഥികളാണ്. CPM മുൻ ഏരിയ കമ്മിറ്റി അംഗമായ VK ബാലചന്ദ്രൻ, DYFI ബ്ലോക്ക് പ്രസിഡന്റ് KK ആഷിഖ്, CPM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം KK രാധാകൃഷ്ണൻ എന്നിവരും ലിസ്റ്റിൽ ഇടം പിടിച്ചു. അഞ്ചപ്പാലം SC ജനറൽ സീറ്റിൽ മത്സരിക്കുന്ന KR ദേവിക ഏറ്റവും പ്രായം കുറഞ്ഞ CPM സ്ഥാനാർത്ഥിയാണ്. CPM മത്സരിക്കുന്ന 22 സീറ്റുകളിൽ മുൻ കൗൺസിൽ അംഗങ്ങളായിരുന്ന അനിതാ ബാബുവിനും VB രതീഷിനും മാത്രമേ ഇത്തവണ അവസരം ലഭിച്ചുള്ളൂ. CPI സ്ഥാനാർത്ഥികളായി KU മായ, ശ്രീദേവി, ഹണി പീതാംബരൻ, EC അശോകൻ, PP സുഭാഷ്, സിനി മുരളീധരൻ, AJ നന്ദകുമാർ, മഞ്ജുള, സജിത, PA ജോൺസൺ, ഷൈബി ജോസഫ്, PO ദേവസി, പ്രിയ ശ്രാവൻ, ലാല ബോസ്, KM രതീഷ്, സന്ധ്യ മനോജ്, പ്രജിത ആനന്ദൻ, ഗീതാ പിള്ള, KP വാസുദേവൻ, KP തിലകൻ എന്നിവരും മത്സരിക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ മാള ഡിവിഷനിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനാകാത്തത് പാർട്ടിക്ക് തലവേദനയാകുന്നു.
സീറ്റ് തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നൽകണമെന്ന ചില നേതാക്കളുടെ വാശിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളാൻ കാരണം. നിലവിലെ പ്രതിനിധി ശോഭന ഗോകുൽനാഥ് മത്സരത്തിനില്ലെന്നാണ് വിവരം. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ മിക്ക ഡിവിഷനുകളിലേക്കും സ്ഥാനാർത്ഥികളെ അനായാസം കണ്ടെത്തിയ കോൺഗ്രസിന് മാള ഡിവിഷൻ കീറാമുട്ടിയാണ്. പ്രമുഖരായ 2 നേതാക്കൾ സീറ്റ് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് നൽകണമെന്ന വാശിയിലായതാണ് പ്രഖ്യാപനം നീളാൻ കാരണം. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണനും ചാലക്കുടി MP ബെന്നി ബെഹനാനും സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ കുഴയ്ക്കുന്നത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് അംഗമായ KK രവി നമ്പൂതിരിക്ക് വേണ്ടിയാണ് TU രാധാകൃഷ്ണന്റെ വാദം. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയന് വേണ്ടിയാണ് ബെന്നി ബെഹനാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. AICC സെക്രട്ടറി TN പ്രതാപൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, ജില്ലയിലെ ഇതര DCC സെക്രട്ടറിമാർ എന്നിവർ രവി നമ്പൂതിരിക്കായി പിന്തുണ നൽകുമ്പോൾ സ്ഥലം MP എന്ന നിലയിൽ നിലപാടിൽ ഉറച്ച ബെന്നി ബെഹനാൻ നിൽക്കുന്നതാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ചർച്ചകൾ പല വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും സമന്വയത്തിൽ എത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. നാളെയോടെ തീരുമാനം ഉണ്ടാകുമെന്നാണ് DCC നേതൃത്വം വ്യക്തമാക്കുന്നത്. അതേസമയം നിലവിലെ പ്രതിനിധി ശോഭന ഗോകുൽനാഥ് മത്സരത്തിനില്ലെന്നാണ് വിവരം. മീഡിയ ടൈം, മാള. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് BJPയിൽ ചേർന്നു. തൃശൂർ BJP ഓഫീസിലെത്തിയാണ് സുജീഷ കള്ളിയത്ത് അംഗത്വം സ്വീകരിച്ചത്. പാർട്ടി നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതെന്ന് സുജീഷ കള്ളിയത്ത് പ്രതികരിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം ഷാലി ജഗൻ എന്നിവർ BJPയിൽ ചേർന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഷാളിട്ട് സ്വീകരിച്ചു. വർഷങ്ങളായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും അവഗണന മാത്രമാണ് തിരിച്ചു കിട്ടുന്നതെന്ന് സുജീഷ കള്ളിയത്ത് പറഞ്ഞു. 10 വർഷമായി കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. 5 വർഷം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി, ഈ 5 വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യത്തോടു കൂടിയിട്ടാണ് പ്രവർത്തന രംഗത്ത് വന്നത്. ഒരുപാട് കാര്യങ്ങളിൽ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായമില്ലായ്മ മൂലം പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നിരവധി പ്രവർത്തനങ്ങളുമായി, നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി നമ്മുടെ സഹോദരന്മാർ സമീപിക്കുകയുണ്ടായി. അപ്പോൾ ആ വിഷനുകളൊക്കെ കണ്ടപ്പോൾ അത് നമ്മുടെ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന് മാത്രമല്ല മൊത്തം ആവശ്യമായ കാര്യങ്ങളാണ് അതിലുള്ളത്. അത് തുടർന്നുകൊണ്ട് പോവാൻ, അത് പ്രാവർത്തികമാക്കാൻ അതിൻ്റെ ഒരു ഭാഗമാകണമെന്ന് തോന്നി. ആ ഒരു തോന്നലോട് കൂടിയിട്ടാണ് ഈ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് BJPയിൽ ചേരുന്നതെന്നും അവർ പറഞ്ഞു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് ശ്രീരജ്, സെക്രട്ടറി സുബീഷ് കൊന്നക്കൻ, BJP സംസ്ഥാന സമിതി അംഗങ്ങളായ സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, സുധീർ NK എന്നിവരും സന്നിഹിതരായിരുന്നു. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മുളകുപൊടി കണ്ണിലേക്കെറിഞ്ഞ് അങ്കണവാടി ജീവനക്കാരിയുടെ മാല കവർന്നു. കാടുകുറ്റി പഞ്ചായത്തിലെ വൈന്തലയിൽ വച്ചാണ് അങ്കണവാടി ജീവനക്കാരിയുടെ കഴുത്തിലെ മാല ബൈക്കിലെത്തിയ സംഘം മുളകുപൊടി എറിഞ്ഞ് കവർന്നത്. വെണ്ണൂർ സ്വദേശിനി മോളി ജോർജിന്റെ മാലയാണ് കവർന്നത്. 3 പേരടങ്ങുന്ന സംഘമാണ് മാല കവർന്നതെന്ന് മോളി ജോർജ് പറഞ്ഞു. മാള പോലീസ് അന്വേഷണം ആരംഭിച്ചു. അംഗനവാടിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് പോരുമ്പോൾ ഭയങ്കര പാടത്ത് വെച്ച് 2-3 അവിടെ ഒരു പറമ്പിൽ 3 പേര്, 2 പയ്യനും ഒരു പെൺകുട്ടിയും അവിടെ നിന്ന് വർത്താനം പറയണത് കണ്ടു. അത് കഴിഞ്ഞ് 3 വണ്ടികൾ വന്നപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ സൈഡ് ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് വണ്ടി പോയതിന് ശേഷം അതിലൊരു പയ്യൻ പിന്നാലെ വന്നുകൊണ്ട് ഇങ്ങനെ അത് ഫോൺ ചെയ്തോണ്ട് വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കടാ ഞാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ ഫോൺ ചെയ്ത് വരണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇങ്ങനെ മുളക് പൊടി ഇങ്ങനെ കണ്ണിലേക്ക് ഇട്ടുകൊണ്ട് പിന്നീട് പൊട്ടിച്ചിട്ട് പോകണം. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ശിശുദിനാഘോഷത്തിൽ മാള ഹോളി ഗ്രേസ് അക്കാദമിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ പ്രത്യേക ആദരം. സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികളുടെ സാമൂഹിക സേവന രംഗത്തെ ഇടപെടലുകൾ,
അക്കാദമിക് നേട്ടങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്നുള്ള 2 സ്കൂളുകളിൽ ഒന്നായി മാള ഹോളി ഗ്രേസ് അക്കാദമിയുടെ പേര് ഉൾപ്പെട്ടതോടെയാണ് ഈ അപൂർവ അവസരം ലഭിച്ചതെന്ന് സ്കൂൾ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ പി വി ലിവിയ, സ്കൗട്ട് മാസ്റ്ററും അസിസ്റ്റന്റ് സ്റ്റേറ്റ് ട്രെയിനിംഗ് കമ്മീഷണറുമായ CM ശ്രീലിമ, സ്റ്റുഡന്റ് കൗൺസിൽ അംഗങ്ങളായ S ശ്രീപദ്, അഭിനവ് കൃഷ്ണ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങളായ PS ചിന്മയി, ടിയ മേഴ്സി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി ഇവർ നേരിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ന് വൃശ്ചികം 1. മാള വടമ പാമ്പുമേക്കാട്ട് മനയിൽ നാഗപ്രീതി തേടി നൂറുകണക്കിന് ഭക്തരെത്തി. ഇന്ന് മനയുടെ അകത്ത് പ്രവേശനം അനുവദിച്ചിട്ടുള്ളതിനാൽ വിവിധ ജില്ലകളിൽ നിന്നായി പുലർച്ചെ മുതൽ ആളുകളെത്തി. വൈകിട്ട് 5:30 വരെ ദർശനം നടത്താനുള്ള സൗകര്യമുണ്ട്. പോലീസ്, വൈദ്യസഹായം, ആംബുലൻസ്, ഫയർഫോഴ്സ് സൗകര്യവും ഭക്ഷണവും സേവാഭാരതിയുടെ സേവനവും ഭക്തർക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എറിയാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും മത്സരിക്കുവാൻ UDFന്റെ 10 സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് ഡിവിഷനിലേക്ക് 1 സ്ഥാനാർത്ഥിയെയും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയെയും എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ചു. എറിയാട് സർവീസ് സഹകരണ ബാങ്കിൽ ചേർന്ന പൊതുയോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PA മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു, UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം എന്നിവർ സംസാരിച്ചു. അഴീക്കോട് ഹമദാനിയ UP സ്കൂളിലെ 1985-92 കാലഘട്ടത്തിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഹമദാനിയൻ കിഡ്സ് 92 പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടത്തി. പൂർവ്വ അധ്യാപിക പ്രീതി ഉദ്ഘാടനം ചെയ്തു. ഹമദാനിയ സ്കൂളിൽ നടന്ന ചടങ്ങിൽ മൺമറഞ്ഞ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഷിഹാബ് EA അധ്യക്ഷത വഹിച്ചു. അൻസാരി EM, PK സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കാതിയാളം ദേശം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന് തുടക്കമായി. 12 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി മഹാചണ്ഡിക ഹോമം, ക്ഷേത്ര മഹോത്സവം, ശ്രീമദ് ഭാഗവത സപ്താഹം എന്നിവ നടക്കും. ആദ്യ ദിവസം കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്ര മുഖ്യതന്ത്രി രാമചന്ദ്ര അടികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാചണ്ഡിക ഹോമം നടന്നു. കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബാലസാഹിത്യ സമിതിയുടെ വാർഷികവും അവാർഡ് സമർപ്പണവും നടന്നു. കവിയും ഫിലിം സെൻസർ ബോർഡ് അംഗവുമായ രാജീവ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് CP പള്ളിപ്പുറം അവാർഡുകൾ വിതരണം ചെയ്തു. പ്രൊഫസർ കേശവൻ വെള്ളിക്കുളങ്ങര അവാർഡ് ജ്യോതിലക്ഷ്മി നമ്പ്യാരും, PT ഭാസ്കരപ്പണിക്കർ അവാർഡ് വിമീഷ് മണിയൂരും, പുല്ലോർക്കാട്ട് ബാബു പുരസ്കാരം രമേശ് വട്ടിങ്ങാവും ഏറ്റുവാങ്ങി. അജിത് കുമാർ ഗോതുരത്ത്, മുരളീധരൻ ആനാപ്പുഴ സ്മൃതി പ്രഭാഷണം നടത്തി. 10,000 രൂപ വീതമുള്ള അവാർഡ് തുക ഡോക്ടർ അജിതൻ മേനോത്ത് ജേതാക്കൾക്ക് കൈമാറി. സംസ്ഥാന ലഹരി വർജന മിഷൻ തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 39 സർക്കാർ സ്കൂളിൽ നിന്നായി വിമുക്തി ഫുട്ബോൾ ടീം രൂപീകരിക്കുന്നു. വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉൾപ്പെടെയുള്ള പ്രവണതകളിലേക്ക് പോകാതിരിക്കുന്നതിനും കായിക പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ചാലക്കുടി എക്സൈസ് റേഞ്ചിൻ്റെ പരിധിയിലുള്ള 3 സർക്കാർ സ്കൂളുകളിൽ വിമുക്തി ഫുട്ബോൾ ടീം തെരഞ്ഞെടുത്തു. വിജയരാഘപുരം ഗവൺമെൻറ് ഹൈസ്കൂൾ, ചായ്പിൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളുകളെയാണ് തെരഞ്ഞെടുത്തത്. റേഞ്ച് തല ഉദ്ഘാടനം വിജയരാഘവപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിമുക്തി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ടീം വിമുക്തി ഫുട്ബോൾ ടീമിൻ്റെ ഉദ്ഘാടനം വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ KS സുരേഷ് ബാബു നിർവഹിച്ചു. PTA പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി കൊടകര ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 17 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും കൂട്ടമായി എത്തിയാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായ CM ബബീഷ്, CD സിബി, അഭിലാഷ്, സുനിൽകുമാർ, AR രാജേശ്വരി, ലിജോ കളത്തിങ്കൽ, ഷീജ ബാലചന്ദ്രൻ, നീമ ഡേവിസ്, അനിലൻ തടത്തിൽ, എമിൽ ഡേവിസ്, MK ജോർജ്, KK രഞ്ജു, ആനി വിൽസൺ, സ്മിത മനോജ്, അഡ്വക്കേറ്റ് നയൽ പ്രസാദ്, KK സുരേഷ്, റോസിലി പാപ്പച്ചൻ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കാട്ടാനക്കൂട്ടത്തിനരികിൽ വച്ച് KSRTC ബസ് ബ്രേക്ക് ഡൗണായി. ബസ്സിനകത്തുണ്ടായിരുന്നവർ സുരക്ഷിതരായി വീടുകളിലെത്തി. ചാലക്കുടി അതിരപ്പള്ളി റോഡിൽ പ്ലാന്റേഷൻ റബ്ബർ എസ്റ്റേറ്റിന് സമീപം തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ് വളവ് തിരിയുന്നതിനിടെ ആനക്കൂട്ടത്തിന് സമീപം കേടായത്.
പ്രദേശവാസികളായ വിദ്യാർത്ഥികളും തൊഴിലാളികളുമാണ് ബസ്സിലുണ്ടായിരുന്നത്. ആനക്കൂട്ടത്തിന് പ്രകോപനം ഉണ്ടാക്കാതെ ബസ്സിലുണ്ടായിരുന്നവർ അതുവഴി വന്ന ബൈക്കുകളിലും നടന്നും വീടുകളിലേക്ക് പോയി. യാത്രക്കാർ പ്രകോപനമുണ്ടാക്കാതിരുന്നതിനാൽ ആനക്കൂട്ടവും ശാന്തമായി തന്നെ നിലയുറപ്പിച്ചു. ചാലക്കുടി ഡിപ്പോയിൽ നിന്നും ജീവനക്കാരെത്തിയാണ് വഴിയിൽ കിടന്ന ബസ്സിന്റെ കേടുപാടുകൾ തീർത്തത്. ഇനി എൻ്റെ പഞ്ചായത്ത് എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയാണ്. ഇപ്പോൾ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത്. നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ ഏറെ പ്രാധാന്യമുള്ള തീരദേശ പഞ്ചായത്താണ് കയ്പമംഗലം പഞ്ചായത്ത്. കയ്പമംഗലം പഞ്ചായത്തിലെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. സ്വാഗതം എൻ്റെ പഞ്ചായത്ത്. തൃശ്ശൂർ ജില്ലയിൽ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് കയ്പമംഗലം. മറുനാടൻ കാറ്റുകളുടെ നിശബ്ദതയും കടൽ തിരകളുടെ പാട്ടും ഒത്തിണങ്ങിയ ഈ ഗ്രാമപഞ്ചായത്തിന് പറയാൻ കഥകൾ ഏറെയുണ്ട്. കയ്പമംഗലം എന്ന പേര് കപ്പൽ മണ്ഡപത്തിൽ നിന്നും ഉണ്ടായതാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. പാശ്ചാത്യർ കപ്പലിറങ്ങിയ കപ്പൽ മണ്ഡപം എന്ന പേരാണ് കാലക്രമേണ കയ്പമംഗലമായത്. ഈ നാടിൻ്റെ നട്ടെല്ല് മത്സ്യബന്ധനം, കയർ നിർമ്മാണം, നെൽകൃഷി എന്നിവയാണ്. പുത്തൻ കാലത്തിൻ്റെ കാൽച്ചുവടുകൾ പരമ്പരാഗത തൊഴിൽ മേഖലയെ പലപ്പോഴും പിന്തള്ളിക്കളഞ്ഞെങ്കിലും ഇവ ഇന്നും പലരുടെയും ഉപജീവന മാർഗം തന്നെയാണ്. എന്നാൽ തീരദേശ ശോഷണവും തൊഴിലില്ലായ്മയും പോലെ കഠിനമായ വെല്ലുവിളികൾ കയ്പമംഗലത്തെയും അവിടുത്തെ ജനങ്ങളെയും ആഴത്തിൽ ബാധിക്കുന്നുണ്ട്. അതിനിടെ ഗൾഫ് മേഖല സൃഷ്ടിച്ച തൊഴിലവസരങ്ങൾ വൻ സാമ്പത്തിക കുതിച്ചുചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിലെ നല്ല ശതമാനം കുടുംബങ്ങളും ഗൾഫ് മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണകാലയളവിൽ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങളിൽ റോഡ് മുതലായ അടിസ്ഥാന സൗകര്യങ്ങളിലെ പുരോഗതി, സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ, ശുചിത്വ പദ്ധതികൾ, മാലിന്യ സംസ്കരണം എന്നിവ ഉൾപ്പെടുന്നുവെന്നാണ് UDF ഭരിക്കുന്ന കയ്പമംഗലം അധ്യക്ഷ ശോഭന പറയുന്നത്. ഈ പഞ്ചായത്തിൻ്റെ ഭരണമെന്ന് പറഞ്ഞാൽ വികസന പ്രവർത്തനങ്ങൾ ഒട്ടേറെ നടന്നിട്ടുണ്ട്. ഒരു 95% വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. ഈ ഭരണസമിതി കയറിയതിന് ശേഷം വന്ന പദ്ധതികൾ നമ്മുടെ വിസ്മയതീരം പാർക്ക്, കടപ്പുറം ഭാഗത്ത് തീരദേശ വാസികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുട്ടികളുടെ ഓപ്പൺ ജിമ്മ്, കളി ഉപകരണങ്ങൾ, അങ്ങനെ ഒരുപാട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. വിസ്മയതീരം പാർക്ക് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു അഭിമാന പദ്ധതി കൂടിയാണ് വിസ്മയതീരം പാർക്ക്. അത് ഫെഡറൽ ബാങ്ക് 10 ലക്ഷം രൂപ തന്നിട്ടാണ്, CSR ഫണ്ട് തന്നിട്ടാണ് നമ്മൾ തുടക്കം കുറിച്ചത്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അവിടെ ഒട്ടേറെ ആളുകൾ വന്നു പോകുന്നുമുണ്ട്. ഇപ്പോൾ നമുക്ക് ഗ്രാമീണ ബാങ്ക് 10 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. അതിൻ്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങളായിട്ട് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് കളിസ്ഥലം, ഇൻഡോർ സ്റ്റേഡിയം, ടർഫ്. അത് 1.5 കോടി രൂപയാണ് നമുക്ക് വിലയിരുത്തിയിട്ടുള്ള സർക്കാർ. അതിൻ്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റോടു കൂടി അതിൻ്റെ തറക്കല്ലിടും, അത്തരത്തിലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാലിന്യ സംസ്കരണവും ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു MCF ഉണ്ടായിരുന്നു. തുടക്കം കുറിച്ചത് ആദ്യമേ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് 500 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ നമ്മുടെ കയ്പമംഗലം പഞ്ചായത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളും നിക്ഷേപിക്കുന്ന രീതിയിൽ ഉള്ള MCF ആക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവിധ സജ്ജീകരണങ്ങളും അവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ പണിത് ഓപ്പൺ ചെയ്ത് ഒന്നല്ലാതെ അതിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു 35 ലക്ഷം രൂപത്തോളം ചിലവഴിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് ബസ് കയറാനുള്ള സംവിധാനമായിട്ടുണ്ട്. നമ്മൾ കളക്ടർ അതുപോലെ തന്നെ RTO എല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സാങ്ഷൻ വാങ്ങി നമ്മൾ വച്ചിട്ടുണ്ട്. നമ്മൾ ഈ മാസം ലാസ്റ്റ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് നിൽക്കണം. നമുക്ക് സാങ്ഷൻ കിട്ടിയിട്ട് 2 മാസത്തോളമായി. ഇതുവരെ നമുക്കതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല. ഈ മാസം ലാസ്റ്റ് അത് എന്തായാലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വഞ്ചിപ്പര ബീച്ചിൽ, ചാപ്പക്കടവ് വഞ്ചിപ്പര ബീച്ചിൽ ഒരു ടേക്ക് എ ബ്രേക്കും അതോടൊപ്പം തന്നെ
വാട്ടർ പ്യൂരിഫൈ സംവിധാനം കൊണ്ടുവരാൻ സാധിച്ചു. അത്തരത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ കൈപ്പമംഗലം പഞ്ചായത്തിൻ്റെ വന്നതിന് ശേഷം നമ്മൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ നമ്മളെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റിയുടെ എല്ലാ റോഡുകളും കുഴിച്ച് എല്ലാ വീടുകളിലേക്കും കണക്ഷൻ കൊടുക്കേണ്ട രീതിയിൽ 10 കോടി രൂപ വാട്ടർ അതോറിറ്റി നമുക്ക് തന്നിട്ട് സർക്കാർ തന്നിട്ടുണ്ട്. ആ 10 കോടി രൂപയും നമ്മൾ റോഡിനായിട്ട് ചെലവഴിച്ച് കഴിഞ്ഞു. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്താത്ത രീതിയിൽ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റീസ്റ്റോറേഷൻ കഴിഞ്ഞ് അതിൻ്റെ റോഡിൻ്റെ പ്രവർത്തനങ്ങളും ഒരു 95% എല്ലാ റോഡുകളും ടാറിങ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നല്ല രീതിയിൽ കൈപ്പമംഗലം പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങളിൽ 99% പൂർത്തീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ കൈപ്പമംഗലം പഞ്ചായത്ത് UDF ഭരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് പോലും ഒരു തരത്തിലും അങ്ങനത്തെ ഒരു രീതിയിലല്ല കൈപ്പമംഗലം പഞ്ചായത്ത് പോകുന്നത്. കാരണം വെച്ചാൽ ഞാൻ രാഷ്ട്രീയമില്ലാതെ ഞാൻ രാഷ്ട്രീയത്തിൽ കയറി വന്നിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നല്ല രീതിയിൽ പോകുന്നത്. നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടാവില്ല തുല്യമായിട്ട് ഫണ്ട് പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും തുല്യമായിട്ട് ഫണ്ട് വീതം വെച്ചുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ പോയിട്ടുള്ളത്. അത് ഏതെങ്കിലും വർഷം ചിലപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടാവാതെ, വീഴ്ചകളെന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ഒരു 1% ചിലപ്പോൾ കൂടുതലായിട്ട് മറ്റുള്ള അത് എടുത്തിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷേ എങ്കിലും തന്നെ 100% ഒരേപോലെയാണ് ഫണ്ട് വീതം വെച്ചിട്ട് അവർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഫിഷ് പ്രോസസ്സിംഗ് സെൻറ്റർ ആദ്യമേ വരുമെന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾക്ക് ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ അപ്പോൾ അവിടെ തീരദേശ റോഡ് വരുന്നുണ്ട്. തീരദേശ റോഡ് വരുന്നത് 18 മീറ്ററോളം വീതിയിലാണ് തീരദേശ റോഡ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഫിഷ് പ്രോസസ്സിംഗ് സെൻറ്റർ ചെയ്യാനായിട്ടുള്ള സ്ഥലമില്ല. പിന്നെ ഒരു വ്യക്തികളുടെ സ്ഥലത്തായിരിക്കും നമുക്കത് ചെയ്യേണ്ടത്. അപ്പോൾ വ്യക്തി നമുക്ക് ആ സ്ഥലം വിട്ട് തന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഫിഷ് പ്രോസസ്സിംഗ് സെൻറ്റർ വരാൻ പറ്റുള്ളൂ. നമുക്ക് ഏറ്റവും ആവശ്യമായിരുന്നു ഫിഷ് പ്രോസസ്സിംഗ് സെൻറ്റർ. കാരണം ചിലപ്പോൾ അവിടെ ഹാർബർ വരാനുള്ള സംവിധാനം, ഹാർബറിൻ്റെ സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ മത്സ്യലേലം നടത്തുന്ന യൂട്ടിലിറ്റി സെൻറ്റർ ഉണ്ട്. അത്തരത്തിൽ നല്ല മികച്ച ഒരു ഏരിയയാണ്. അതുകൊണ്ട് ഫിഷ് പ്രോസസ്സിംഗ് സെൻറ്ററും കൂടി അവിടെ ഉണ്ടാവുന്നത് നമുക്ക് ഏറ്റവും വിജയകരമായിരിക്കാം. പക്ഷേ നമ്മുടെ വിഷയം ഇതാണ്, അതിൻ്റെ നടുവിൽ കൂടെയാണ് നമ്മൾ കണ്ടെത്തിയാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അത് ഏതെങ്കിലും ഒരു വ്യക്തി നമുക്ക് തന്നാൽ, നമുക്ക് സ്ഥലം വിട്ട് തന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ആ സംഭവം അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വിചാരിച്ച സ്ഥലത്തിൻ്റെ നടുവിൽ കൂടെയാണ് തീരദേശ റോഡ് പോകുന്നത്. പദ്ധതി വിഹിതം 95% ചിലവഴിക്കാൻ സാധിച്ചു. രാഷ്ട്രീയം നോക്കാതെ എല്ലാ വാർഡുകളിലേക്കും വിഹിതങ്ങൾ പങ്കുവച്ചു എന്നും ശോഭന പറഞ്ഞു. എന്നാൽ ചില പദ്ധതികൾ പൂർത്തിയാകാതെ കിടക്കുകയാണെന്നും ഫണ്ടുകൾ എല്ലായ്പ്പോഴും സുതാര്യമായി വിനിയോഗിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. കൂടുതൽ സമഗ്രമായ തീരുമാനങ്ങൾ എടുക്കണമെന്നും തീരദേശ ശോഷണം, കുടിവെള്ളക്ഷാമം തുടങ്ങിയ ദീർഘകാല പ്രാദേശിക പ്രശ്നങ്ങൾക്ക് കൂടുതൽ മുൻഗണന നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നു. നമ്മളിപ്പോൾ ഈ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ കൈപ്പമംഗലം പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ പദ്ധതികൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയൊരു പോരായ്മ. അതിപ്പോൾ ഞാൻ കൈപ്പമംഗലം പഞ്ചായത്ത് തന്നെ ഊന്നി പറയില്ല, ഏത് പഞ്ചായത്തായാലും എല്ലാ പദ്ധതികൾക്കും സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് പഞ്ചായത്തുകൾക്ക് വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കുക. അപ്പോൾ ആ നഷ്ടങ്ങളും ഈ കൈപ്പമംഗലം പഞ്ചായത്തിലും സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പോരായ്മ. തുടർന്ന് പറയാനുള്ളത്, ഏത് പദ്ധതി സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കണം. അപ്പോഴാണ് പഞ്ചായത്തിൻ്റെ വികസനങ്ങൾ നല്ലപോലെ നടപ്പിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. പിന്നെ മറ്റൊന്ന്, അധികാരം പടിവാതിൽക്കൽ എന്നുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ അത് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടില്ല. നമുക്കൊന്നും ഉദ്ദേശിച്ചത് ഈ പഞ്ചായത്തിന് അങ്ങോട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതും ഞാനൊരു ഇടതുപക്ഷം മെമ്പർ എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നു, എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. അധികാരം പടിവാതിൽക്കലാണ്. കാരണം പല ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവകാശപ്പെട്ടത് അവർ പടിവാതിൽക്കൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു പഞ്ചായത്തിൻ്റെ കടമയാണ്. അപ്പോൾ അത് നിർവഹിക്കാനും ഇവിടുന്ന് വേണ്ടത്ര താല്പര്യം കാണിച്ചിട്ടില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ അതൊരു ഉത്സാഹം കാണിക്കാത്തതിനാണ് കേട്ടോ. നമുക്കത് നടപ്പാക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇതിൽ പഞ്ചായത്ത് വരുമ്പോൾ ഇതിൽ പല പല വ്യത്യസ്തമായ രാഷ്ട്രീയ ചർച്ചകൾ നടന്ന് രാഷ്ട്രീയപരമായിട്ട് കാണുന്നതുകൊണ്ടാണ് ഈ പദ്ധതികൾ നടപ്പാക്കാൻ പറ്റാത്തത്. പിന്നെ ഈ 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ സാധാരണ ഇപ്പോൾ നമ്മളെടുത്ത് പറയുമ്പോൾ ഞങ്ങളുടെ കൈപ്പമംഗലം പഞ്ചായത്തിൽ ഒരുപാട് റോഡുകൾ പണിതു, കാനകൾ പണിതു എന്നൊക്കെ പറയും. ഇതെല്ലാ പഞ്ചായത്തിലും സ്വാഭാവികമായിട്ട് നടപ്പാക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ്. പക്ഷെ പൊതുവായിട്ട്
വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും പദ്ധതി നടപ്പാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ അത് പ്രാബല്യത്തിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരേ വർഷവും നമുക്ക് വിവിധ പദ്ധതികളിൽ നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെതായിക്കോട്ടെ മറ്റുള്ളവിടെ നിന്ന് ഒരേ വർഷം നമുക്ക് ഇത്ര രൂപ നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ ഒരേ വർഷം 2 കോടി 3 കോടി അല്ലെങ്കിൽ 4 കോടി രൂപ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അത് സമയത്തുമായിട്ട് അത് റോഡായാലും കാനകളായാലും മറ്റുള്ള ഏത് പദ്ധതികളായിക്കോട്ടെ. അപ്പോൾ അതൊക്കെ നടപ്പാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഫണ്ടുകൾ നമുക്ക് നഷ്ടപ്പെടുന്നത്. ഈ നഷ്ടപ്പെടുന്ന ഫണ്ടുകൾ നമുക്ക് അടുത്ത വർഷം തിരിച്ച് കിട്ടില്ല. അപ്പോൾ അത് വികസനത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്നൊരു വിഷയമാണ്. അല്ല, മുന്നോട്ട് വെക്കാനുള്ള വിഷയം തന്നെയാണ്. കാര്യങ്ങളെല്ലാതും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നത് കഴിഞ്ഞാൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം നല്ലപോലെ നീങ്ങുള്ളൂ. ഇവിടെ കൈപ്പമംഗലത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു പ്രതിപക്ഷം എന്ന് പറയൂലെങ്കിലും, കാരണം ഒരു ഭരണസമിതിയാണ്. എന്നിരുന്നാലും ഞങ്ങൾ മാക്സിമം നല്ല കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഞങ്ങൾ പൂർണ്ണ പിന്തുണ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അതുപോലെ തന്നെ ആയിരിക്കും. ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഏത് പദ്ധതി ഉണ്ടെങ്കിലും 100% ഒരു ഇടതുപക്ഷ എന്നുള്ള നിലക്ക് ഞങ്ങളതിനെ പിന്തുണച്ചുകൊണ്ടിരിക്കും. വികസനം തന്നെയാണ് ഞങ്ങളുടെ പ്രധാന അജണ്ട. അപ്പോൾ വികസനം നടക്കാനുള്ള ഏത് കാര്യത്തിനും 100% പിന്തുണ ഉണ്ടാവും. അതിന് ഞങ്ങൾ ഒരിക്കലും മുടക്ക് പറയാറില്ല. അല്ല, സംസ്ഥാന സർക്കാർ അവർ നമുക്ക് ആവശ്യപ്പെടുന്ന വിഹിതങ്ങൾ ഒരേ വർഷത്തിന് ഇത്ര ശതമാനക്കണക്കനുസരിച്ച് നമ്മുടെ വിഹിതമുണ്ട്. ആ വിഹിതമൊക്കെ നമുക്ക് കറക്റ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വലിയൊരു പോരായ്മ വരുന്നത് ഇതിന് ഈ രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ട് ഒരേ വർഷവും നമുക്ക് കിട്ടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആയിക്കോട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ ആയിക്കോട്ടെ ആ വിഹിതങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ട് പല വാർഡുകളും അവഗണിച്ചുകൊണ്ട് വിടും. എല്ലാ ഭാഗത്തോട്ടും വികസനം എത്തൂല. വികസനം എന്ന് പറയുമ്പോൾ അതിന് രാഷ്ട്രീയമില്ല. പക്ഷേ ആ വികസനത്തിൽ രാഷ്ട്രീയം കാണുമ്പോൾ അതും ഇവിടെ ഈ കൈപ്പമംഗലം പഞ്ചായത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 5 വർഷം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആദ്യത്തെ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം 100% രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ട് ഏകദേശം പകുതി വാർഡുകളെ ഈ വികസന പ്രവർത്തനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരായിക്കോട്ടെ കേന്ദ്ര സർക്കാരായിക്കോട്ടെ അവർ നൽകുന്ന ഫണ്ടുകൾ തുച്ഛമായിട്ടാണ് രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ട് വീതം വെച്ചത്. പക്ഷേ ഇപ്പം 2 വർഷക്കാലം, അതായത് കഴിഞ്ഞ വർഷമൊക്കെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ എല്ലാ വാർഡുകളും പരിഗണിച്ചപ്പോൾ എനിക്ക് അത് ഊന്നി പറയാൻ പറ്റും. കഴിഞ്ഞ വർഷം, അതായത് 2024-25 വാർഷിക പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ നടപ്പാക്കാൻ പറ്റിയ ഒരു പഞ്ചായത്ത് കൈപ്പമംഗലം പഞ്ചായത്താണ്. അത് നല്ല രീതിയിൽ രാഷ്ട്രീയം കാണാതെ പഞ്ചായത്തിന് മൊത്തത്തിൽ വികസനം വേണമെന്നുള്ളൊരു ചിന്താഗതി വന്നതുകൊണ്ട് മാത്രം. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് വികസനം നടക്കും, ഒരു ഭാഗത്ത് വികസനം നടക്കാത്തൊരവസ്ഥ ഉണ്ടാവും. അതിവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ രാഷ്ട്രീയം മാത്രമാണ് അതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വികസനങ്ങൾ എല്ലാ ഭാഗത്തും വരണം. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട MLA ആണ്. അപ്പോൾ MLAയുടെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ല രീതിയിൽ കൈപ്പമംഗലം പഞ്ചായത്തിനെ നല്ല രീതിയിൽ പരിഗണിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ കൈപ്പമംഗലം പഞ്ചായത്ത് 5 വർഷത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം ഒരുപാട് പുതിയ റോഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് MLAയുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തും കേട്ടോ. അപ്പോൾ പഞ്ചായത്ത് എല്ലാം നല്ലപോലെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു 2024-25 വർഷമാണ് ഏറ്റവും നല്ലപോലെ പദ്ധതികൾ കൈപ്പമംഗലം പഞ്ചായത്തിൽ നടപ്പാക്കി പോയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ആ വർഷത്തെ പദ്ധതികളിൽ ഫണ്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വളരെ തുച്ഛമായിട്ടുണ്ടായിട്ടുള്ളൂ. അതിന് മുമ്പത്തെ വർഷം 4 കോടി 5 കോടി അടക്കം ഒരു വർഷം നമുക്ക് കിട്ടുന്ന വിഹിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന പദ്ധതി സമയബന്ധമായിട്ട് നടപ്പാക്കാൻ പറ്റുന്നില്ല. കാരണം ചില ഭാഗങ്ങളിൽ മാത്രം മല പോലെ കുന്നുകൂട്ടും പദ്ധതികൾ. അപ്പോൾ അത് സമയബന്ധമായിട്ട് നടപ്പാവില്ല. അപ്പോൾ അത് നമുക്ക് പിന്നീട് നഷ്ടങ്ങൾ സംഭവിക്കും. ഇതാണ് ഇവിടെ സംഭവിച്ചു. അപ്പം നല്ലതുപോലെ ചെയ്തപ്പോൾ ഇവിടെയും വികസനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത്, ഇത് സ്വാഭാവികമായിട്ട് എല്ലായിടത്തും നടക്കും. പക്ഷേ പ്രത്യേകിച്ചുള്ള പദ്ധതികൾ, പുതുതായിട്ട് എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാവുന്ന പദ്ധതികൾ, അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നടത്തിയിട്ടുണ്ട്. ഒരു വിസ്മയതീരം എന്ന് പറഞ്ഞിട്ടൊരു പാർക്ക് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അത് എവിടെ എത്താത്ത നിലക്കാണ് നിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അംഗീകാരമാണോ? കാരണം എല്ലാ കാര്യങ്ങളും ഒരു പോരായ്മ. വീണ്ടും ഇത് പറഞ്ഞു വന്നപ്പോൾ എല്ലാ മെമ്പർമാരും, ഇപ്പം ഞങ്ങൾ 20 മെമ്പർമാരുണ്ടെങ്കിൽ എല്ലാവരും കൂടി ചർച്ച ചെയ്യുമ്പോഴാണ് അതിൻ്റെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗത്തും വികസനങ്ങൾ ചെറുതായിട്ട് മുരടിച്ചു പോകും. ഈ രഹസ്യ അജണ്ട വെക്കുന്നതാണ് അത് ഒരു ചെറിയൊരു വിഷയമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രതിപക്ഷം എന്നുള്ളത് ചിലപ്പോൾ അറിയില്ല, കാര്യങ്ങൾ അറിയില്ല, അവരറിയണ്ട ഞങ്ങൾ അറിയട്ടെ എന്നുള്ളത്.
പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ കൈപ്പമംഗലം പഞ്ചായത്തിൽ 20 വാർഡുകളുണ്ട്. 20 വാർഡുകളിൽ നിന്നും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടാണ് ഈ 20 മെമ്പർമാർ ഇവിടെ വന്നിട്ടുള്ളത്. ഏത് പദ്ധതികൾ വേണമെന്നുണ്ടെങ്കിലും ഈ 20 മെമ്പർമാരോടും കൂടി ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. പക്ഷെ അത് നടക്കാത്ത പോരായ്മ ഈ കൈപ്പമംഗലം പഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട്. സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടയിൽ കയ്പമംഗലത്തെ ജനങ്ങൾ സ്വപ്നം കാണുന്നത് മെച്ചപ്പെട്ട ജീവിതാവസ്ഥയാണ്. തീരദേശ സംരക്ഷണം, യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ എന്നിവ അവരുടെ പ്രധാന ആവശ്യമാണ്. പഞ്ചായത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കൂട്ടായ ദൃഢനിശ്ചയത്തിലാണ് എന്ന ഉറപ്പിൽ തന്നെയാണ് പൊതുജനം. കടലിളകും പോലെ വെല്ലുവിളികൾ ഉയർന്നുവരുന്ന പഞ്ചായത്ത് കൂടുതൽ സാധ്യതകൾ തേടുകയാണ്. വിഴുപ്പലക്കലുകൾ ഏറെയുണ്ട് ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ കയ്പമംഗലത്ത്. വരും കാലങ്ങളിൽ ഇവർ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കും എന്ന് പ്രത്യാശിക്കാം. മറ്റൊരു പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പിള്ളിയിൽ കാർ താഴ്ചയിലേക്ക് പതിച്ചു. കാറിലുണ്ടായിരുന്ന 9 പേർക്കും പരിക്കേറ്റു. ഒരു സ്ത്രീക്ക് ഗുരുതര പരിക്ക്. ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മകൻ ആത്മഹത്യ ചെയ്തതാണെന്ന് സൂചന. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് BJPയിൽ ചേർന്നു. തൃശൂർ BJP ഓഫീസിലെത്തിയാണ് സുജീഷ കള്ളിയത്ത് അംഗത്വം സ്വീകരിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.